നമ്മളെല്ലാവരും സ്ക്രിപ്റ്റ് വെക്കുന്ന സമയത്ത് ഈ ക്യാരക്ടർ ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൊള്ളാന്ന് വിചാരിച്ചൊരു ക്യാരക്ടറാണ് ജാനകി. അത് എനിക്ക് തന്നെ ലൈക്ക് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഭയങ്കര എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സംഭവമാണ്. ലാസ്റ്റായിട്ട് കാസ്റ്റ് ആവുന്നത് എൻ്റെ ക്യാരക്ടറാണ്. ഈ പാവത്തിന് ഇംഗ്ലീഷ് എന്ന് പറയാം, അയ്യോ അത് പോലെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് തോന്നും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൺ സ്പോട്ടായിട്ട് എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇത് ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് ആ സമയത്ത് കിട്ടത്തില്ല ആ സാധനം. പക്ഷെ തിയേറ്ററിൽ ആ സാധനങ്ങളൊക്കെ വർക്കായിട്ടുണ്ട്. നമുക്ക് ഒരു ഷോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ഉയർത്തുക, അത് പറ്റില്ല അല്ലെങ്കിൽ ഇതെനിക്ക് ഒന്നുകൂടെ ചെയ്യണം എന്ന് നമ്മൾ അവിടെ പറയണം. കാരണം നമ്മളാണത് ചെയ്യുന്നത്, നമുക്കത് സാറ്റിസ്ഫൈ ആവണം. പിന്നെ ഒരു ചാൻസ് നമുക്ക് അവിടെ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു. അതെനിക്ക് അത് ഞാൻ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. യെസ്, സിനിമ എന്നത് കുറെ അധികം പേരുടെ സ്വപ്നമാണ് അല്ലേ? ആ ഒരു സ്വപ്നത്തിലേക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്വന്തം കർണപ്രയത്നം കൊണ്ട് വളരെ ആക്റ്റീവായിട്ട് അങ്ങനെ ഇന്ന് അടിപൊളിയായിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, അക്ഷയ ഉദയകുമാർ. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മാജിക് മഷ്റൂംസ് ഇപ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ചേച്ചി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തുടക്കം എപ്പോഴും നല്ലതായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ പുറമൊരു സ്വപ്നം എന്നൊരു സംഭവമുണ്ട്. ഈ സ്വപ്നത്തിനൊരു തുടക്കം ഉണ്ടാവുമല്ലോ, ആ തുടക്കം എപ്പോഴായിരുന്നു? തുടങ്ങല്ലേ, ഞാൻ മുന്നേ ഇപ്പൊ കലോത്സവം അതല്ലാതെ വേദികളിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു ചെറുപ്പം മുതലേ. ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മള് സ്റ്റേജിലൊക്കെ പാട്ടൊക്കെ ഇടുമ്പോ എനിക്ക് ഡാൻസ് കളിക്കണം, ഭയങ്കരമായിട്ട് ആക്റ്റീവായി നിൽക്കണം, പെർഫോം ചെയ്യണം, അങ്ങനത്തെ ഒരു വൈബായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളെല്ലാം കഴിയുന്നു, നാടകത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ തിരുവാതിര അങ്ങനത്തെ പരിപാടികളെല്ലാം ആക്റ്റീവായി നിൽക്കുന്നു. പക്ഷെ സിനിമ എന്നുള്ളൊരു സംഭവം ആലോചിക്കുമ്പോൾ ഭയങ്കര ദൂരെയാണ്, നമുക്ക് നല്ലത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല, സ്കൂൾ വരെയും ചിന്തിച്ചിട്ടില്ല. പക്ഷെ പ്ലസ് 1 പ്ലസ് 2 ആവുന്ന സമയത്ത് ഒരു വട്ടം NSSല് സ്ട്രീറ്റ് പ്ലേ നടത്തിയിട്ടുണ്ടായിരുന്നു. മനസ്സ് നന്നാവട്ടെ. അപ്പൊ സ്ട്രീറ്റ് പ്ലേ നമ്മൾ തെരുവ് നാടകം നടത്തുന്ന സമയത്ത് എൻ്റെ അടുത്ത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ടീച്ചർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു അമ്മ എന്നെ കണ്ടിട്ട് കരയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ പഠിക്കുമ്പോഴൊന്നും കിട്ടാത്ത ഒരു എനർജി അല്ലെങ്കിൽ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു കോംപ്ലിമെന്റ് എന്നുള്ളത് ഭയങ്കരമായിട്ട് എന്നെ അടുത്ത് ചെയ്യാനുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നാടകമൊക്കെ കഴിയുന്ന സമയത്ത് അത് പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീല്, അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ രണ്ടുപേരാണെങ്കിൽ രണ്ടുപേര് വന്ന് സംസാരിക്കുന്ന ആ ഒരു ഫീല് വേറെ എവിടെ കിട്ടുന്നില്ല. പിന്നെ കോളേജിൽ നമുക്ക് അപ്പോഴും നമ്മൾ സിനിമ ആലോചിക്കുന്നില്ല, ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് പെർഫോം ചെയ്യാന്നുള്ളൊരു സംഭവം. പിന്നെ കോളേജിലോട്ട് പോയി BSc ബോട്ടണി എടുത്ത് ഇങ്ങനെ പഠിക്കുമ്പോൾ മനസ്സിലായി നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ മനസ്സിലായി പറ്റിയ കേസല്ലേ. അപ്പൊ ഒരു ഫ്രസ്ട്രേഷൻ ഒന്ന് കമ്മിയാകാൻ വേണ്ടിയിട്ടാണ് റീൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ടിക്ടോക്കിലായിരുന്നു, ഇൻസ്റ്റയിലായിരുന്നു? ടിക്ടോക്കിൽ ഇങ്ങനെ ജനലിലൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ആദ്യം. അത് ചെയ്ത് വന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ മോഡലിങ്ങും ഒക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് പബ്ലിക് അക്കൗണ്ട് ആക്കുക എന്നൊക്കെ പറയണത് വലിയ കാര്യമാവും. അങ്ങനെ മോഡലിംഗ് ഒക്കെ ചെറുതായിട്ട് ചെയ്തു. അത് കഴിയുന്നു, പടം ചെയ്യണം. ആ സമയത്താണ് കൊറോണയൊക്കെ നമുക്ക് നിറയെ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതേപോലെ എനിക്ക് ചെറുതായിട്ടൊരു നല്ല കാര്യം ഉണ്ടാക്കിയത് കൊറോണയുടെ ആ ഒരു പീരീഡായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ വീട്ടിലിരിക്കുന്നത് ചെറുതായിട്ട്. അപ്പോൾ ബ്രദറും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ ആ സമയത്ത് നമ്മൾ ടിക്ടോക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ പെട്ടെന്ന് ഒരു റീലിലോട്ട് വന്നു. ആ ഒരു കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോ ഞാൻ നോക്കുമ്പോ അവനും ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട് സിനിമ. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് പോയി ആരോട് ചോദിക്കും, എന്ത് ചെയ്യും, എവിടെ, ഇങ്ങനെ ഒന്നും അറിയത്തില്ല. ശരി, അപ്പൊ ഇതൊരു നമുക്ക് ഇങ്ങനെ ചുമ്മാ വീഡിയോസ് ചെയ്യാണ്ട്, അതെ, ചുമ്മാ ചെയ്യാതെ ആക്ടിങ് വീഡിയോസ് ചെയ്യാം. പിന്നെ നമുക്ക് രണ്ടുപേർക്ക് ഡാൻസ് ഇഷ്ടമാണ്, അപ്പൊ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാനും നമുക്ക് പറ്റും. അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് ആദ്യമായിട്ട് നമ്മൾ റീക്രിയേഷൻ വീഡിയോസ് ആ സമയത്തൊക്കെ ഫസ്റ്റ് നമ്മളായിരുന്നു ചെയ്തിട്ടുള്ളത്. അങ്ങനെ റീക്രിയേഷൻ വീഡിയോസ് ചെയ്തു, അല്ലാതെ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഡാൻസ് വീഡിയോസ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ടൈം പ്രദീപ് രംഗനാഥൻ സാർ കണ്ട് ലവ് ടു ഡേറ്റിലോട്ട് വിളിക്കുന്നു. അങ്ങനെ
പിന്നെ എങ്ങനെ ഇങ്ങനെ 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 വന്ന് അല്ലേ? ഇപ്പോഴും ഇങ്ങനെ ഇവിടെ എത്തിന് ഇങ്ങനെ ഇങ്ങനെ വന്നെ. കാരണം അതെ. ഓക്കെ. അപ്പോ ചേച്ചിയുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ് ഫാമിലി കോൺട്രിബ്യൂഷനെ പറ്റിയിട്ട്. ചേട്ടൻ അതേപോലെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പോ അബൌട്ട് ദ ഫാമിലി. ഇനീഷ്യലി ലൈക്ക് അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇപ്പോൾ പാലക്കാടിലുള്ളൊരു ചെറിയ ഗ്രാമം, അവിടെ ഇങ്ങനെ ഒരു പെൺകൊച്ചി ഇങ്ങനെ സിനിമയ്ക്ക് പോകണം എന്ന് പറയുന്നു, എന്താ ഇങ്ങനെയൊന്നും അറിയത്തില്ല, അവർക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു ടെൻഷൻ അവർക്ക് ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളത്. അയ്യോ അതുകൊണ്ട് സിനിമ. സിനിമയോ അത് തന്നെയായിരുന്നു, നോട്ട് അറ്റ് ഓൾ പോസിബിൾ എന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒളിഞ്ഞും പാത്തും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, അച്ഛൻ ഇല്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചായി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂന്ന് അവർക്ക് മനസ്സിലായപ്പോൾ, അത് ചിലപ്പോൾ ADs ആരെങ്കിലും ഒക്കെ പറയുന്നതായിരിക്കും അമ്മയോട് അച്ഛനോടായിട്ടോ, അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ വീഡിയോസ് കാണുമ്പോൾ. അങ്ങനെ അവരും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സപ്പോർട്ടിങ് പില്ലേഴ്സ് എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ തമിഴ് മലയാളത്തിലൂടെ കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചെയ്ത സിനിമകളാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മുടെ സിനിമാ ജീവിതത്തിൽ കുറച്ച് ഇൻസ്പയർ ആയ വ്യക്തികളോ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആരാണുള്ളത്? അല്ല കാരണം എന്താണ്? എനിക്ക് ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് തന്നെ വിജയ് സാറാണ്. ഓക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം ലൈക്ക് എൻ്റെ അമ്മയുടെ വീട്ടിൽ ലൈക്ക് അച്ഛമ്മ ലൈക്ക് അമ്മൂമ്മ അപ്പൂപ്പനൊക്കെ തമിഴ് സൈഡ് ടച്ച് ഉള്ളവരാണ്. അതുകൊണ്ടല്ല, ഫാമിലി കണക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണുന്നൊക്കെ രജനി സാറും വിജയ് സാറിന്റെ മൂവീസും കമൽ സാറുടെയും അങ്ങനെ തമിഴ് മൂവീസാണ് അധികം കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പോഴും എക്സാമിനൊക്കെ സമയത്ത് അമ്മ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയന്റെ ഒക്കെ ഫസ്റ്റ് പടത്തിന്റെ ഫസ്റ്റ് ഇന്റർവെൽ വരെയും കാണിക്കും. എന്നിട്ട് പറയും നീ ഇത്ര ലെസൺ പഠിച്ചിട്ട് വാ, എന്നിട്ട് അടുത്തത് കാണിക്കാം. അങ്ങനെയാണ് നമ്മൾ പടങ്ങൾ കണ്ടിട്ടാണ് വളർന്നത്, എസ്പെഷ്യലി തമിഴ് മൂവീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വിജയ് സാർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ആണെങ്കിലും ആക്ടിങ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ ഒരു എനർജി പരിപാടികൾ. അതുപോലെ തന്നെ ആ സമയത്ത് മോഹൻലാൽ സാറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ ഉർവശി മാമിന്റെ പരിപാടികളെല്ലാം ഇഷ്ടമാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ഉർവശി മാമിന്റെ ആക്ടിങ്ങും പരിപാടികളൊക്കെ കിട്ടും. അപ്പോൾ കിട്ടും മീൻസ് അതിന്റെ ലൈക്ക് അത് എൻജോയ് ചെയ്യാൻ കുറച്ചുകൂടെ ആയപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. സോ അങ്ങനെ കുറെ പേര് ഇൻസ്പയർ ആയിട്ടുണ്ട്. അടിപൊളി. അപ്പോ നമുക്ക് ഇന്നത്തേക്ക് വരാം. മാജിക് മഷ്റൂംസ് എന്നൊരു മൂവി എങ്ങനെ അതിൽ എത്തപ്പെട്ടു, സിനിമ ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അല്ലെങ്കിൽ സ്റ്റോറി കേട്ടപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് സിനിമ ചെയ്യാം എന്നൊരു ആഗ്രഹം തോന്നിയ കാര്യം എന്താണ്? എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ലാസ്റ്റ് ഇയർ പടം ചെയ്യണം, വിഷൻ ബോർഡിലൊക്കെ നമ്മളെല്ലാം ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ പടം ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മോഡിലായിരുന്നു. അപ്പൊ ആ സമയത്ത് കുറെ നമ്മള് ലൈക്ക് സ്ക്രിപ്റ്റ് ഒന്നും സെറ്റ് ആവുന്നില്ല, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല ക്യാരക്ടർ ചെയ്യണം എന്നുള്ളൊരു ഫോമിൽ ഇരിക്കുകയാണ്. അപ്പൊ ചെന്നൈയിലിരിക്കുന്ന സമയത്ത് ഒരു കോള് വന്നു. ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആകാശാണ് വിളിച്ചിട്ട് ഇതുപോലെ നാദൃശിക്കയുടെ പടത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ നായികയായിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്, കഥ കേൾക്കണം, വന്ന് ഓഡിഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊച്ചിയിൽ പോകുമ്പോഴും ഒരു എക്സ്പെക്ടേഷനും പരിപാടികളും ഒന്നുമില്ല. അവിടെ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സ്ട്രഗിൾസിൽ വരും, അത് ഉണ്ടാവും, അത് പ്രോസസ്സാണ്. സോ അതുകൊണ്ട് അങ്ങനെ കൂളായി പോകുന്നു. ഒറ്റ ദിവസത്തിൽ അത് പോകുന്നു, കഥ കേൾക്കുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കേട്ടൊരു സ്റ്റോറിയാണ്. ഞാൻ കേൾക്കുമ്പോൾ തന്നെ കുറേ ചിരിച്ചിട്ടുണ്ട്. അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടർ ജാനകി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മളെല്ലാവരും സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഈ ക്യാരക്ടർ ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൊള്ളാന്ന് വിചാരിച്ചൊരു ക്യാരക്ടറാണ് ജാനകി. അത് എനിക്ക് തന്നെ ലൈക്ക് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഭയങ്കര എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സംഭവമാണ്. അപ്പം ഞാൻ ഓഡിഷൻ ചെയ്യാം, എനിക്ക് ഓക്കെയാണ്, നമുക്ക് ചെയ്യാട്ടോ. അങ്ങനത്തെ രീതിയിൽ ഓഡിഷൻ ചെയ്യുന്നു. ഫൈനൽ ലൈക്ക് ലാസ്റ്റ് ആയിട്ട് കാസ്റ്റ് ആവുന്നത് എൻ്റെ ക്യാരക്ടറാണ്. അങ്ങനെയാണ് മാജിക് മഷ്റൂംസിലോട്ട് വന്നത്. എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് പറയണ്ടേ? വേണം. ചോദിക്കാണ്ട് ക്യാരക്ടറാണ് മെയിനായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. ഈ ജാനകി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മള് അധികം സിനിമകളിൽ കാണാത്ത ഒരു നായിക കഥാപാത്രമാണ്. നമ്മൾ അധികം ക്യാരക്ടർ തന്നെയല്ല, ലൈഫിൽ തന്നെ ഇങ്ങനെ സിനിമ കണ്ടപ്പോഴാണെങ്കിലും ആ ഒരു ഫസ്റ്റ് പ്രസന്റേഷനിൽ തന്നെ നമുക്ക് സാധാരണ നായികയുടെ സിനിമകളിലെ നായിക പ്രസന്റേഷൻ അല്ല ഈ സിനിമയില്, തീർത്തും വ്യത്യസ്തമായിട്ടുള്ള പ്രസന്റേഷൻ, ആ ക്യാരക്ടർ ബിൽഡ് ചെയ്തൊക്കെ സംഭവം. അതിന്റെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ജാനകിയെ കാണിക്കുന്ന ആ ഒരു സീനിൽ തന്നെ അവളുടെ ലോകം എന്താണ്, അവളുടെ മുറി എന്താണ്, ചുറ്റുപാട്
ലൈക്ക് പുറത്ത് വരുന്ന സമയത്ത് എന്താണെന്നുള്ളത് അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ നമ്മൾ പുറത്താണെങ്കിലും അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയിട്ട് ഇരിക്കുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമൂഹത്തിൽ എന്താ പറയാ, ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാതെ പക്ഷെ അവരുടെ ഉള്ളിൽ അവർക്കൊരു പ്രത്യേക ലോകം ഉണ്ടാവും. അങ്ങനെയുള്ളവരെ മനസ്സിലാകാതെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടറും അവരുടെ കാഴ്ചപ്പാട് എത്ര സ്ട്രോങ് ആണ്, അവരുടെ ലോകം എന്താണ് എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവ് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് ജാനകി. അപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോഴേക്കും കുറേ അധികം ഓർമ്മകൾ, കുറേ നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ മാജിക് മഷ്റൂംസിന്റെ ഫിലിമിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റോ അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടി സംഭവം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഏതാണത്? സ്പെഷ്യലായിട്ടുള്ള കുറേ മൊമെന്റ്സ് ഉണ്ട്. ലൈക്ക് പല ഇമോഷൻസ് എനിക്ക് ഈ പടം തന്നിട്ടുണ്ട്. പക്ഷേ ഇമോഷണലായിട്ട് കണക്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഞാൻ പറയാം. അതായത് ജാനകിയുടെ പോർഷൻസ് എടുത്തത് നമ്മുടെ ആ മുറിയിലായിരുന്നു. ഓക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു സ്ഥലമായിരുന്നു ആ മുറി. ലൈക്ക് പേഴ്സണലി എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് എൻ്റെ മുറിയാണ് അല്ലെങ്കിൽ എൻ്റെ തിങ്സ് ഭയങ്കര കണക്റ്റ് ആയത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ സെറ്റായിട്ടും നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് എടുക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇൻഡോർ ഷൂട്ട് എടുക്കുമ്പോൾ അങ്ങനെയല്ല, എല്ലാവരും നമ്മൾ സെറ്റിലുള്ള എല്ലാവരും ഒരു മുറിയിലായിരിക്കും. അങ്ങനെ ഇരുന്നൊരു സ്പേസാണ് ജാനകിയുടെ മുറി. അപ്പോൾ ലാസ്റ്റ് ജാനകിയുടെ മുറി കഴിഞ്ഞു, ഇനി ഈ വീട് വിട്ട് നമ്മൾ പോവാണെന്നുള്ളൊരു മൊമെന്റ് എത്തുമല്ലോ. ആ സമയത്ത് ഞാനിങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞാനിരുന്ന് ലൈക്ക് ഇതെന്റെയാണ്, ഇതെന്റെ മുറിയാണ്. അതിൽ അവിടെ പെയിന്റിങ്സ് ഉണ്ട്, വാൻഗോങ്ങിന്റെ പെയിന്റിങ് എനിക്ക് ഇഷ്ടമാണ്. സോ അങ്ങനെ പുള്ളിക്കാരി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കുറെ റൈറ്റേഴ്സും ബുക്സ്, പിന്നെ അവളുടെ കുറെ ഹോബീസ്, അവൾ ഭയങ്കരമായിട്ട് വായിക്കുന്നതും അങ്ങനെയുള്ള ഒരു കൊച്ചാണ്. സോ അങ്ങനത്തെ ആ മൊത്തം ആ മുറി വിട്ടു പോവാൻ എനിക്ക് ഭയങ്കരമായിട്ട് തരില്ല ഞാൻ അങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്യണമെന്നല്ലേ. ആണ്. അത് കഴിഞ്ഞ് എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ മുറിയിൽ ജാനകിയുടെ കുറെ പാർട്ട് ക്യാരക്ടറായി മാറിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ഇപ്പൊ ഓർമ്മകൾ പോലെ തന്നെ കിട്ടുന്ന പാഠങ്ങളും അല്ലേ, ഈ സിനിമ കഴിഞ്ഞപ്പോഴേക്കും പഠിച്ചൊരു പാഠം? ഞാൻ ലേൺ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ക്രൂ ഞാൻ ലേൺ ചെയ്തത് നമ്മൾ എത്ര കാരണം ക്രൂ എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എത്ര എങ്ങനെ ഒരു ലെവലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൗണ്ടഡ് ആയി ഇരിക്കുന്നത് അത് എത്ര ആർട്ടിസ്റ്റുകളെയും ഹെൽപ്പ് ചെയ്യും, ചുറ്റുമുള്ളവരെ വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യിപ്പിക്കുന്നുള്ളൊരു റിയാലിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടി. അപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ എവർഗ്രീൻ കോമഡിയനായിട്ടുള്ള ഐശ്വര്യ അശോകൻ സാറ്, അങ്ങനെ കുറേ അധികം പേരുടെ ഒപ്പമാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്ത് ആഫ്രിഡിക്ക്, അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് അവരുടെ അടുത്ത് നമുക്ക് എടുക്കാൻ പറ്റിയ കാര്യങ്ങൾ? അങ്ങനെ ഞാൻ നോക്കുമ്പോൾ കുറേ ഇങ്ങനെ നമ്മൾ കണ്ടു വളർന്ന ഫേസസ്, അപ്പോൾ ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കിട്ടുന്ന ഒരു മൊമെൻ്റ് ആണല്ലോ. ഞാൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, അവരുടെ പ്രസൻസും കാര്യങ്ങളൊക്കെ. അത് ഇപ്പോൾ വിഷ്ണു ചേട്ടനാണെങ്കിൽ ഓരോരുത്തരുടെ അടുത്ത് നമുക്ക് ഓരോന്ന് പഠിക്കാൻ പറ്റുന്നത്. വിഷ്ണു ചേട്ടനാണെങ്കിൽ പുള്ളിക്കാരൻ നാച്ചുറലായിട്ടൊരു ചാർമ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പരിപാടിയുണ്ട്. ലൈക്ക് അത് പുള്ളിക്കാരൻ നാച്ചുറലായിട്ട് തന്നെ ഉണ്ട്. അത് ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. ആൻഡ് ഹീ നോസ് സ്ക്രിപ്റ്റിങ്ങും ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഒരു നമ്മൾ ആക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് എത്ര നമുക്ക് ഹെൽപ്പ് ആവും എന്നുള്ളൊരു പരിപാടി വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഹരിശ്രീ അശോകൻ സാർ എൻ്റെ അടുത്ത് ഒരു വട്ടം ഇങ്ങനെ, നമുക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല, പക്ഷെ അതല്ലാതെ ഞാനൊരു ഡാൻസിൻ്റെ പോർഷൻസ് എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് സാർ ഇങ്ങനെ പറഞ്ഞു, മോളെ ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഒരു ഷോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ കൈ ഉയർത്തുക, അത് പറ്റില്ല അല്ലെങ്കിൽ ഇതെനിക്ക് ഒന്നുകൂടെ ചെയ്യണം എന്ന് നമ്മൾ അവിടെ പറയണം. കാരണം നമ്മളാണത് ചെയ്യുന്നത്, നമുക്കത് സാറ്റിസ്ഫൈ ആവണം, പിന്നെ ഒരു ചാൻസ് നമുക്ക് അവിടെ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അതെനിക്ക് അത് ഞാൻ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. യെസ്, കാരണം നമ്മൾ എസ്പെഷ്യലി ബിഗിനർ ആകുമ്പോൾ നമുക്കത് ഭയങ്കര പേടിയായിരിക്കും, അത് പറയാവൂല. പക്ഷെ അങ്ങനത്തെ ഒരു നിനക്ക് ആ സ്പേസ് ഉണ്ട്, നിനക്കത് ചെയ്യാം എന്നുള്ളത് സാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ജാഫ്രിക്ക ആണെങ്കിൽ ഇതേപോലെ ആക്ടിവിറ്റീസ് ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യമാണ്, ആക്ടിവിറ്റീസ് ഓൾറെഡി ഇറ്റ്സ് ദർ ഇൻ ഹിസ് ബോഡി. സോ അത് ചെയ്യുന്നൊരു വിധം അതൊന്നും ആക്ടിങ് അല്ല, അതിങ്ങനെ ഒരു ആക്ടിവിറ്റിയെ ചെയ്ത് അതിങ്ങനെ പറഞ്ഞ് പോകുന്ന ഒരു നാച്ചുറൽ പരിപാടി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ജാഫ്രിക്കയുടെ കാര്യത്തിൽ. അങ്ങനെ ഇപ്പോൾ പൂജ ചേച്ചി ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്, പക്ഷെ ഷോർട്ട് ഒന്ന് ജസ്റ്റ് പറയുമ്പോൾ
ഫുൾ ഓൺ ആണ്, ഫുൾ എനർജി. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഓരോരുത്തരുടെ നിന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥ് സാറിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ നമ്മൾ ചില ആക്ടേഴ്സ് ഉണ്ടാവും, അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യുന്നത് നമുക്ക് കിട്ടത്തില്ല, പക്ഷെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് അത് കിട്ടും. അങ്ങനത്തെ ഒരു ആക്ടറാണ് എനിക്ക് ഫീൽ ചെയ്തത് സിദ്ധാർത്ഥേട്ടന്. സിദ്ധാർത്ഥേട്ടൻ ചെയ്യുന്നത് ചിലപ്പോൾ ആ സമയത്ത് അവിടെ നോർമലായി ചെയ്യുന്നതായിരിക്കും, പക്ഷെ സ്ക്രീനിൽ കാണുമ്പോൾ അത് വർക്കാണ്. ഓക്കെ, അങ്ങനെ ആക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഡയറക്ടർ ഇക്ക നമ്മൾ കേട്ടിട്ടുണ്ട് ഇക്കിനെ കുറിച്ച് പല കാര്യങ്ങളായിട്ടും. ഇക്ക ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര നല്ല ഹ്യൂമൻ ആണെന്നുള്ള രീതിയിലല്ല, പക്ഷെ നമ്മൾ നേരിട്ടത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു. അത്രയും ഭയങ്കര പുള്ളിക്കാരൻ ശരിക്കും ഒരു ഫാമിലി പേഴ്സൺ ആണ്, ഭയങ്കര ഫാമിലി പേഴ്സൺ ആണ്. അതുപോലെ തന്നെ നമ്മൾ ബിഗിനറായിട്ട് ഒരു സെറ്റിലോട്ട് പോകുന്ന സമയത്ത് തരുന്നൊരു സ്പേസ് അല്ല ഇക്കയുടെ സെറ്റിൽ എനിക്ക് കിട്ടിയത്. ഇക്ക സജഷൻ, ഞാൻ അത് എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട്, സജഷൻസ് പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമുക്കായിട്ടുള്ളൊരു സ്പേസ് അവിടെ തരുന്നത് അത് തന്നുകൊണ്ടാണ് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ആ സെറ്റ് കംഫർട്ടബിൾ ആവാൻ കാരണം ഇക്ക തന്നെയാണ്. പിന്നെ ഇക്കയില്ലേ, ഇക്കയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് തോന്നും, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൺ സ്പോട്ടായിട്ട് ഇക്ക ഇങ്ങനെ ഇരുന്നിട്ട് ഇത് ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് ആ സമയത്ത് കിട്ടത്തില്ല ആ സാധനം, പക്ഷെ തിയേറ്ററിൽ ആ സാധനങ്ങളൊക്കെ വർക്കായിട്ടുണ്ട്. ഈ ഇങ്ങനെ പാപ്പ ഇങ്ങനെ പറയും, സ്ട്രോവിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്, പടം കാണുമ്പോ മനസ്സിലാക്കി ഇക്ക അവിടെ നിന്ന് സ്പോട്ടിൽ ചെയ്തതാണ്. ഓക്കെ ഓക്കെ. അപ്പോ ഇനിയുള്ള സെക്ഷനിൽ എനിക്ക് വൺ വേർഡിൽ ഉത്തരം കിട്ടിയാൽ മതി. ഓക്കെ, അക്ഷയ് ഉദയകുമാർ. ട്രൂത്ത്ഫുൾ. ആക്ടിംഗ് ഇസ് പാഷൻ ഓർ പ്രൊഫഷൻ? പാഷൻ. ഓക്കെ. ഫെയിം സ്വീറ്റ് ആണോ സ്കെയറി ആണോ? സ്വീറ്റ്. ലവ്ലി. നദർഷിക. ഈ പാവത്തിന് ഇംഗ്ലീഷ് എന്താ പറയാ? പൂവർ. അയ്യോ അത് ആ പോരല്ല, ലൈക്ക് ഈസ് വെരി ജെന്യുയിൻ. ഓക്കെ, ജെന്യുയിൻ. ഫോൺ അല്ലാതെ എപ്പോഴും ബാഗിലോ കയ്യിലോ ഹോൾഡ് ചെയ്യുന്ന ഒരു സാധനം, ബാഗിൽ എവിടെ പോയാലും. ഓക്കെ. ഏറ്റവും കൂടുതൽ ഈ ഒരു ക്യാരക്ടർ കണ്ടിട്ട് ഓഫ് എനിക്ക് ചെയ്താൽ കൊള്ളായിരുന്നു, സെറ്റായ എന്ത് ക്യാരക്ടർ ആയതെന്ന് തോന്നിയ ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. എനിക്ക് കിൽ ബിൽത്തെ ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. റീസൺ ലൈക്ക് ഒരു ഫുൾ സ്ട്രെച്ച് മൂവി ഒരു ക്യാരക്ടർ ഹോൾഡ് ചെയ്യുക അത്രയും ഡീപ്പ് ലെയേഴ്സിൽ, അതുപോലെ തന്നെ ആക്ഷൻ ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. സോ ആ പടം തന്നെ നമുക്ക് എത്ര വേണമെങ്കിൽ റീവാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്, ഭയങ്കര എനർജി തരുന്ന ഒരു പടമാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളത് എന്നെ തന്നെ ഭയങ്കരമായിട്ട് ചാലഞ്ച് ചെയ്യും. കാരണം എനിക്കറിയാം ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല, ടോട്ടലി ഞാൻ അങ്ങനത്തെ പേഴ്സൺ അല്ല. സോ നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാന്നുള്ളത് അങ്ങനെ അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കമൽ സാർ ഉർവശി മാമിന്റെ ഒരു പടമല്ലേ, മൈക്കിൾ മദന കാമരാജനിലെ ഉർവശി മാമിന്റെ ക്യാരക്ടർ, എനിക്ക് ഹ്യൂമർ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. കിട്ടിയിട്ടില്ല, തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ചെയ്യണമെന്ന് ആഗ്രഹമാണ്. പിന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യും കേട്ടോ. ഈ വാനപ്രസ്ഥത്തിലൊക്കെ മോഹൻലാൽ സാറിന്റെ ക്യാരക്ടറിന് ഒരു ലേഡി വേർഷൻ വെച്ചിട്ടുണ്ട്. എനിക്ക് കുറെ ആഗ്രഹമുണ്ട് ഇങ്ങനെ. അതുപോലെ ജമ്മ എന്ന് പറഞ്ഞ മൂവി ഉണ്ട്, പാരി റബ് സാറിന്റെ, അവരാണ് ഡയറക്ട് ചെയ്തതും ആക്ട് ചെയ്തതും. എനിക്കിങ്ങനെ ഈ തെയ്യം അല്ലെങ്കിൽ കഥകളി ഫോം വെച്ചിട്ട് കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവീസ് ചെയ്യാനും ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവാണ്. ദിസ് ഓർ ദാറ്റ് ആണ്, ബട്ട് എനിക്ക് റീസൺ പറയണം. ഓക്കെ, തിയേറ്റർ ഓർ OTT? തിയേറ്റർ. ഇപ്പൊ എക്സാമ്പിൾ മാജിക് മഷ്റൂം തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഒരു മൂവി, ഒരു കോമഡി മൂവി എന്തോന്നു നമ്മൾ OTT-ലിരുന്ന് കാണുന്നതും ലൈക്ക് ഓഡിയൻസിന്റെ വൈബിലിരുന്ന് കാണുന്നതും ഭയങ്കര ഡിഫറൻസ് ആണ്. ഇപ്പൊ നമ്മള് ഒരാളെ ചിരിക്കാൻ അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി, ബാക്കി ആ ഒരു എനർജി അങ്ങോട്ട് സ്പ്രെഡ് ആവും. അങ്ങനെ അപ്പോ തിയേറ്ററിന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഹോൾസം എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്നാണ് കിട്ടുക. അതിപ്പോ നമുക്ക് ഫൈറ്റ് ആണെന്നുണ്ടെങ്കിലും വിഷ്വൽ ബേസിസിലാണെങ്കിലും ഇതുപോലെ ഇമോഷൻസ് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിലും അത് എല്ലാവരും നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കാണുന്നതിനെക്കാട്ടി എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുന്നതിന്റെ ഫീൽ തന്നെ വേറെയാണ്. സ്ട്രോങ് ക്യാരക്ടർ റോൾ ഓർ ഗ്ലാമറസ് റോൾ? സ്ട്രോങ് ക്യാരക്ടർ റോൾസ്. അല്ല, ഗ്ലാമറസ് ചെയ്യുന്നതും അതിന് ഭയങ്കരമായിട്ടൊരു ലൈക്ക് ഒരു ഗട്ട്സും, അത് ഭയങ്കര ടഫായിട്ടുള്ളൊരു ജോബും ആണ്, ഭയങ്കര ടഫാണത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും നിൽക്കുന്നതും, കാരണം നമ്മൾ പക്ഷെ നമ്മൾ അത്രയും പ്രസന്റബിൾ ആയി നിൽക്കുക എന്നുള്ളത് ഭയങ്കര ടഫ് കാര്യമാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള
ക്യാരക്ടർ റോൾസ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയ പോപ്പുലാരിറ്റി ഓർ സിനിമ റെക്കഗ്നേഷൻ? അയ്യോ ഇത് മാത്രം എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയ പോപ്പുലാരിറ്റി ആണ് എന്നെ സിനിമയിലോട്ട് എത്തിച്ചത്. അതെന്റെ പാത്താണ്. സോ ഇതെനിക്ക് ചൂസ് ചെയ്യാം. എനിക്ക് മനസ്സിലായി, ഇത് മിക്കാറും രണ്ടും പറയാൻ എനിക്ക് രണ്ടും വേണം അല്ലേ? ലൈക് പോപ്പുലാരിറ്റി എന്നല്ല, സോഷ്യൽ മീഡിയ എന്നുള്ള ഇതാണ് എന്നെ ഇതിലോട്ട് എത്തിച്ചത്. സോ ഞാൻ ഒരിക്കലും അത് വന്ന വഴി മറക്കാൻ പാടില്ലെന്നല്ലേ? പറ്റത്തില്ലല്ലോ. അടുത്തൊരു 5 വർഷങ്ങൾ കഴിഞ്ഞ് അക്ഷയ് ഉദയകുമാർ എന്നൊരു വ്യക്തി എവിടെ എത്തണമെന്നാണ് ചേച്ചിയുടെ ആഗ്രഹം? ഫാഷൻ ബോർഡിലെ കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതിനെക്കാട്ടി ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ. ഞാൻ ഒരു പഠിച്ചൊരു സംഭവം പറഞ്ഞുതരാം. അതിപ്പോ തിയേറ്റർ പ്ലേസ് ചെയ്യുമ്പോഴാണെങ്കിലും സിനിമ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ് ഇല്ലേ, അത് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം വരില്ലേ? എനിക്ക് അതിനെക്കാട്ടിയും കിട്ടുന്നത് ആ പ്രോസസ്സാണ്. നമ്മൾ ആ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അഭിനയിക്കുമ്പോൾ, അങ്ങനെ ആ ഒരു പ്രോസസ്സ് നടക്കുമല്ലോ. ഇപ്പൊ സിനിമ ഔട്ട് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്ലേ ചെയ്യുന്നു, സ്റ്റേജിന്റെ മുന്നിൽ ചെയ്യുന്നു. ഇതിനെക്കാട്ടിയും ഉപരി നമുക്കൊരു ഹൈ കിട്ടുന്നത് ഈ പ്രോസസ്സിലാണ്. സോ അപ്പോൾ ഞാൻ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇപ്പം എനിക്കൊരു അടുത്ത പടം ഞാൻ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ വൃത്തിക്ക് ചെയ്യുക. അതിന് എന്തൊക്കെ എഫേർട്ട് ഇടാൻ പറ്റും, ഞാൻ എന്തൊക്കെ പണിയെടുക്കാൻ പറ്റും എന്നുള്ളത്. ബാക്കിയുള്ളത് ഫ്യൂച്ചറിൽ നടക്കട്ടെ. ചേച്ചിയുടെ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം എന്താ? അപ്പൊ കമന്റില് ചേച്ചിയുടെ എന്തായാലും ഞാൻ ഉള്ളവരോട് പറഞ്ഞു. 6 വർഷമായി ഞാനിത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. അപ്പോ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ റീല് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തവരിൽ കുറേ ഉപരി ആൾക്കാർ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ലൈക്ക് മൂവി ഇറങ്ങിയപ്പോൾ ഇന്ന് കമൻറ്റ് സെക്ഷനിലും അല്ലാതെയും ഇറ്റ്സ് ലൈക്ക് എ പേഴ്സണൽ വിൻ ഫോർ മീ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും അല്ലല്ലോ, ഇങ്ങനെ റീലിൽ വന്ന കൊച്ചല്ലേ. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഐ എം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ. എന്തായാലും എൻ്റെ മാക്സിമം എത്ര എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പെർഫോമറായിട്ട് എനിക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അത് ഞാൻ എൻ്റെ വരയ്ക്കും ചെയ്യും. നിങ്ങളൊക്കെ ഹാപ്പി ആക്കാൻ പറ്റട്ടെ. മാജിക് മഷ്റൂംസ് എന്താ പറയാനുള്ളത്? ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ചെയ്തൊരു ക്യാരക്ടറാണ്. അതിൽ ആ ക്യാരക്ടറിന് ഭയങ്കരമായിട്ടൊരു ലെയറും ഡെപ്തും ഒക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അതിലൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര ആഗ്രഹിച്ച് ചെയ്തൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ആ മൂവി ആണെന്നുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് വന്ന് ചിരിച്ച് കണ്ടു പോകാനുള്ളൊരു മൂവിയാണ്. സോ എല്ലാവരും മാജിക് മഷ്റൂം പോയി കാണാം, തിയേറ്റേഴ്സിൽ പോയി കാണാം. എന്നിട്ട് അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ അയക്കാൻ ഞാൻ എല്ലാ മെസ്സേജും നോക്കുന്നു. ഓക്കെ, അപ്പോൾ മാജിക് മഷ്റൂം വളരെ ഭംഗിയായിട്ട് നല്ല ഫാമിലി മൂവി ആയിട്ട് ഹാപ്പി ഒരു എന്താ പറയുക ഫീൽ ഗുഡ് മൂവിയൊക്കെ ആയിട്ട് ഇങ്ങനെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലേ നന്നായിട്ട് മുന്നോട്ട് ചേച്ചിക്ക് പോകാൻ പറ്റുള്ളൂ. കുറേ പേരുണ്ട് നമ്മള് ഈ പടത്തില് എന്താ പറയാ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ട് കുറേ പേരുണ്ട്. മാജിക് മഷ്റൂംസ് സിനിമ എന്തായാലും ഭംഗിയായിട്ട് പോകുന്നു, അതുപോലെ തന്നെ പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കാണാൻ പോയിട്ട് കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാനല്ലേ, OTT വെയിറ്റ് ചെയ്യണ്ട, തിയേറ്ററിൽ തന്നെ പോയി കാണാം. അപ്പൊ താങ്ക് യു ചേച്ചി. താങ്ക് യു. ഓക്കെ.